അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഞങ്ങളുടെ നോയമ്പിൻ്റെ 29ാമത്തെ ദിവസങ്ങളോട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ എല്ലാ വിശ്വാസികൾക്കും ഹൃദയത്തിൻ്റെ ഒരു കോണിലൊരു തേങ്ങളുണ്ടായിരിക്കും. എന്താണെന്നോ, നാളെ ഞങ്ങളുടെ റമദാൻ ഞങ്ങളെ വിട്ടു പോകുമല്ലോ. സത്യമായിട്ടും അതൊരു ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പപ്പയും അമ്മയും നമ്മളെ നേഴ്സറി കൊണ്ടാക്കിയിട്ട് പോകുന്ന ഒരു ഒരു ഫീലിങ്സാണ് എനിക്ക്. അയ്യോ അയ്യോ പോലെ 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 ഞങ്ങൾ. എനിവേ, എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഹിന്ദുസും ക്രിസ്ത്യൻസും ഒക്കെ ഈ നോയമ്പിൽ പങ്കെടുത്തിരുന്നു. 30 ദിവസം പങ്കെടുത്തില്ലെങ്കിലും ചിലർ ഒരു ദിവസം എടുത്തവരുണ്ട്, 2 ദിവസം എടുത്തവരുണ്ട്, 3 ദിവസം എടുത്തവരുണ്ട്, 5 ദിവസം എടുത്തവരുണ്ട്, 10 ദിവസം എടുത്തവരുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം എടുത്താലും 2 ദിവസം എടുത്താലും 3 ദിവസം എടുത്താലും നിങ്ങൾക്ക് 30 ദിവസത്തിൻ്റെയും പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തല്ലോ. ഒത്തിരി പേർ ഇസ്ലാമിൻ്റെ സത്യം മനസ്സിലാക്കിയതിനെ ഓർത്ത് അള്ളാഹുവിനോട് അതിയായ ഞാൻ ഇസ്ലാം എംബ്രേസ് ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് ഭയങ്കരമായ എതിർപ്പും ഒത്തിരി കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായി. നമുക്ക് അതൊന്നും അല്ലല്ലോ പ്രശ്നം, നമുക്ക് ഇഹ്ലോ ജീവിതമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത്രയൊന്നും കെയർ ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരാവശ്യത്തിന് വേണ്ടി എനിക്ക് എൻ്റെ വീട്ടുപേര് പറയേണ്ടതായിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടുപേര് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുപേര് നീ ഇടാൻ പാടില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ തന്നെയല്ലേ, അപ്പം പിന്നെ എൻ്റെ അപ്പൻ്റെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. നീ ഈ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് നീ പുറത്ത് പോയോളാം, അതുകൊണ്ട് ഈ വീട്ടുപേര് നീ ഇടാൻ പാടില്ലാകുന്നു. നമ്മൾ ഓക്കെ, നോ പ്രോബ്ലം. നമ്മളെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഹസ്ബൻഡിനെ അവിടെ വിളിച്ചു പറഞ്ഞു, എന്താ ചെയ്യുക, അങ്ങനെ വീട്ടുപേരിടാൻ സമ്മതിക്കണില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ, പുള്ളിക്കാരൻ ഈസ് ഫ്രം മലേഷ്യയാണ്. സോ അവർക്കങ്ങനെ വീട്ടുപേരൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ പുള്ളി ചിരിച്ചാ തമാശ പറയാം, മലേഷ്യൻ പറമ്പിൽ നിടാൻ. ഞാൻ പറഞ്ഞു തമാശ പറയാതെ കാര്യം പറയാം. പെട്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞു നമുക്ക് അൽ ജന്ന ഹൗസ് നിടാൻ. അൽ ജന്ന, ശരിയാ, അള്ളാഹുവിൻ്റെ വീട്ടുപേരിടാമല്ലോ. പിന്നെ ആരും നമ്മളൊന്നും പറയുമ്പോൾ നമ്മളെ ആരും ഒന്നും പറയാൻ പോകില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു വീട്ടുപേര് ഈ ഒരു റംസാൻ ടൈമിൽ ഞങ്ങൾക്ക് കിട്ടി, അൽ ജന്ന ഹൗസ്. ഞങ്ങളുടെ അൽ ജന്ന ഹൗസിലോട്ട് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ ഞാനിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇന്ന് വരെ 29 ദിവസം എനിക്ക് ഒരു തടസ്സവുമില്ലാതെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ഈ നോയമ്പിൽ ഒരു നിസ്കാരം പോലും മിസ്സാകാതെ, എല്ലാം ഇടയ്ക്ക് ഒരു നിസ്കാരം പോലും മിസ്സാകാതെ. നാളത്തെ പറ്റി എനിക്കറിയില്ല, നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നതും കൂടെ അറിയത്തില്ല. എങ്കിൽ ഇന്ന് വരെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നിട്ട് ഞാൻ നിസ്കരിക്കുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. നിസ്കരിക്കുന്ന കാണുന്നതിന് നമുക്ക് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ നിസ്കരിക്കാൻ പറ്റത്തില്ല, അദ്ദേഹം അങ്ങോട്ട് അപ്പുറത്ത് പോകുന്നുണ്ട്. ഞാൻ അവിടെ പോയി 6 റൂം, ഇവിടെ പറ്റത്തില്ല 6 റൂമിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പിന്നെ മാറ്റിയെടുത്ത് അവിടെ പോയി നിസ്കരിക്കുമായിരുന്നു. ഒന്നും മിണ്ടത്തില്ല, വുളുവൊക്കെ എടുത്ത് കൈ കാലൊക്കെ കഴുകി. അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുകയാണെങ്കിലും മുഖവും കൈയും ഒക്കെ കഴുകിയതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. അതല്ലാതെ തന്നെ അമ്മ എപ്പോഴും ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്നത് ഹറാം ഷോപ്പിൽ നിന്നായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഹലാൽ ഇങ്ങനെ ബിസ്മില്ല ചെയ്ത് അവർ കൊല്ലുന്ന, ശരിക്കും കൊല്ലുന്ന, തലക്കടിച്ച് കൊല്ലുന്ന അതെല്ലാം നമ്മൾ കഴിക്കണ്ടേ, അങ്ങനെ അറുത്ത് ബിസ്മില്ലയൊക്കെ ചൊല്ലി അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ആ ഒരു ബീഫാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മ ശരിക്കും അങ്ങനെ ഹലാൽ ഷോപ്പിൽ നിന്നാണ് ബീഫ് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇപ്പോൾ അങ്ങനെ അതൊന്നും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ നോയമ്പായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് മാറി. കാരണം നമുക്ക് ഒത്തിരി ഏകാഗ്രതയും നമുക്ക് കുറച്ച് ആത്മീയതൊക്കെ വേണമെങ്കിൽ നമ്മൾ തനിയെ നിൽക്കുന്നതാണെന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തനിയെ മറിച്ച കാരണം അവർക്ക് ചിലപ്പോൾ സീരിയൽ കാണാനുണ്ടാവും, പിന്നെ നല്ല മീനൊക്കെ, പച്ചമീൻ മത്തിയൊക്കെ ഇങ്ങനെ വറക്കുമ്പോൾ സ്മെല്ലൊക്കെ വന്നാൽ നമ്മുടെ ആ ഒരു ഇത് പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഫ്ലാറ്റിൽ വന്ന് തന്നെ താമസിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു 10 ദിവസം കഴിഞ്ഞത്തേക്കും അമ്മയ്ക്ക് വിഷമമായി. അയ്യോ നോയമ്പ് നോക്കുമല്ലോ, വൈകുന്നേരം ഭക്ഷണമൊക്കെ കൊടുത്തു വിടും, നല്ല ഭക്ഷണമൊക്കെ. അങ്ങനെ ഇച്ചിരി അനുകമ്പകളൊക്കെ തുടങ്ങി. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിന് നമ്മുടെ പോപ്പിൻ്റെ
പോപ്പ് ഡിക്ലെയർ ചെയ്തല്ലോ, ഖുറാൻ മാനവർക്കുള്ളതാണ്, മുസ്ലിംസിന് വേണ്ടി മാത്രം വായിക്കാനുള്ളതല്ലാണ്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയി, ഓ മൈ ഗോഡ്. അതുപോലെ തന്നെ ദുബായിലാണോ യു എയിൽ എവിടെയോ ഒരു അടുത്ത് പള്ളിയിൽ ഒരു ദിവസം കൂടെ നോയമ്പെടുത്തിട്ട് നിസ്കരിച്ചു പള്ളിയിൽ നിന്ന്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞു. ഖുറാൻ വായിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അതാണ് നമ്മളെ ഖുറാൻ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞായിരുന്നു, എനിക്ക് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ പോയതിനു ശേഷം അള്ളാഹു അവിടുന്ന് സഹായകനെ അയക്കുമ്പോൾ, ഈ സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിച്ചു തരും. അദ്ദേഹം സ്വമേധ പറയുന്നതല്ല, അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമായിരിക്കും നമ്മളോട് സംസാരിക്കുക. എന്നാൽ നമ്മുടെ ക്രിസ്ത്യൻസ് കുറച്ച് പേര് തെറ്റിദ്ധരിക്കുന്നു അത് പരിശുദ്ധാത്മാവാണെന്ന്. ഒരിക്കലും അത് പരിശുദ്ധാത്മാവല്ല. അത് നമ്മുടെ സാക്ഷാൽ മുഹമ്മദ് നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ ലാസ്റ്റ് പ്രവാചകനാണ് പ്രൊഫറ്റ് മുഹമ്മദ്. അള്ളാഹു 4 വേദപുസ്തകമാണ് നമ്മൾക്ക് സ്വർഗത്തിൽ നിന്ന് നമുക്ക് അയച്ചു കൊടുത്ത തൗറ, മോശ കൊടുത്ത പഴയ നിയമം, ദാവീദിന് കൊടുത്ത സബൂർ, ജീസസിന് കൊടുത്ത ഇഞ്ചിൽ, ആൻഡ് ദ ലാസ്റ്റ് റെവലേഷൻ, ദ ലാസ്റ്റ് ടെസ്റ്റ്മെന്റ് ഈസ് ഖുറാൻ, പരിശുദ്ധ ഖുറാനാണ്. അപ്പം ഈശോയ്ക്ക് അല്ലെങ്കിൽ ജീസസിന് നമ്മൾ ഇനിയും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമുക്കിരിക്കുന്ന നമ്മളിലുള്ള വേദപുസ്തകങ്ങളെ സത്യമാക്കിക്കൊണ്ടുള്ള കണ്ടിന്യൂഷനാണ് വിശുദ്ധ ഖുറാൻ. ആ ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഖുറാനിൽ സ്ത്രീകൾക്ക് എല്ലാ സംരക്ഷണവും ഉണ്ടെങ്കിലും അവർക്ക് ഷേക്ക് ഹാൻഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ കണ്ണിൽ നോക്കി അധികം സംസാരിക്കാൻ പാടില്ല. അവിടെ ചെന്ന് കാര്യങ്ങളറിഞ്ഞ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരുക. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും പാടില്ല. അപ്പം അങ്ങനെ ഖുറാനിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഖുറാനിൽ നമ്മുടെ ജീവിത രീതി വളരെ സേഫ് ആയിരിക്കും. ഒരു ഗസ്റ്റ് വരുമ്പോൾ തന്നെ സ്ത്രീകളങ്ങനെ മുമ്പിലോട്ട് വരാറില്ല. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒപ്പത്തിനൊപ്പം മുമ്പോട്ട് വന്നിരിക്കും. സ്ലീവ്ലെസ് ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെ ഇരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ, കാലിക്കിട്ട് ഷോർട്സ് അല്ലെങ്കിൽ ചെറിയ അരപ്പാവടയൊക്കെ ഒരു ഷോർട്ടായിട്ടുള്ള സ്കേർട്ടൊക്കെ ഇട്ടിട്ട് കാലിക്കട്ടായിരിക്കും നമ്മുടെ ഗസ്റ്റിൻ്റെ മുമ്പിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ അമ്മമാരാണ്. ഇതിലെ ഏറ്റവും പ്രധാനമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കുക എന്നാണ്. നിന്റെ കർത്താവ് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതാണ് ഇസ്ലാം. കത്തോലിക്ക സഭ സൂനകദോസ് കൂടുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങൾ ഉണ്ടായി. 1-ാമത്തെ കൗൺസിലിന് അവർ യേശുവിന് ദൈവത്വം നൽകി. 2-ാമത്തെ കൗൺസിലിങ്ങിന് അവർ പരിശുദ്ധാത്മാവിന് ദൈവത്വം നൽകി. പിന്നെ അവർ മറിയത്തിന് ദൈവത്തിൻ്റെ അമ്മയായും പ്രഖ്യാപിച്ചു. 12-ാമത്തെ കൗൺസിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. പോപ്പിൻ്റെ അധികാരം പ്രഖ്യാപിച്ചു. ദിവ്യബലിയാണ് ക്രൈസ്തവരുടെ കാതലായ ഭാഗം. അപ്പവും വീഞ്ഞും ആശീർവദിക്കുമ്പോൾ യേശുവിൻ്റെ രക്തവും ശരീരവും എന്ന് സഭ പ്രഖ്യാപിച്ചത് 4-ാമത്തെ ലാറ്ററൻ കൗൺസിലിൽ വെച്ചായിരുന്നു. സുഭാഷിതം 20:1. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. വൈദികൻ ആശീർവദിച്ച ഗോതമ്പപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവും ആയതുകൊണ്ട് ആ ഓസ്തിയെ 24 മണിക്കൂറും ആരാധിക്കുന്ന ദേവാലയങ്ങൾ നമുക്കുണ്ട്. മരിച്ചുപോയ പല വിശുദ്ധരും അന്ത്യവിധി നോക്കിക്കഴിയുന്നവരാണ്. ദൈവത്തിൻ്റെ അന്ത്യവിധിയെ പിന്തള്ളിക്കൊണ്ട് മനുഷ്യൻ തന്നെയാണ് വേറൊരു മനുഷ്യനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപിക്കുന്ന മനുഷ്യൻ തന്നെ എവിടെ പോകുമെന്ന് ആർക്കും അറിയില്ല. പ്രഭാഷകൻ 38:23. മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അവരുടെ സ്മരണയും അവസാനിക്കട്ടെ. ദൈവവിശ്വാസികളുടെ ആശയങ്ങൾ കത്തോലിക്കരും കടമെടുത്തിലെ വിദ്യയുടെ ദേവി സരസ്വതി, ജലത്തിൻ്റെ ദേവൻ വരുണൻ എന്നതുപോലെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ യോസേപ്പ് പിതാവ്, വിദ്യാർത്ഥികളുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ ഔസേപ്പ് പിതാവ്, വൈദികരുടെ മധ്യസ്ഥൻ ജോൺ വിയന്നി,
വിദ്യാർത്ഥികളുടെ മധ്യസ്ഥൻ തോമസ് അക്വിനാസ്. അങ്ങനെ പല പല വിഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ ദേവാലയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം സ്വർഗത്തിൻ്റെ രാജാവ് എന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ പോപ്പ് സ്വർഗത്തിൻ്റെ രാജാവെന്ന് സഭ പറയുന്നു. പുറപ്പാട് 20:45. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലുള്ള ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും സ്വരൂപമോ വിഗ്രഹമോ പ്രതിമയോ നിങ്ങൾ നിർമ്മിക്കരുത്. അവയുടെ മുന്നിൽ നിങ്ങൾ പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ദൈവമായ കർത്താവ് നമ്മുടെ അല്ലാഹുവാണ്, അസഹിഷ്ണുവായ ദൈവം. ഇന്നത്തെ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനനം മുതൽ മരണം വരെ മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച ആളാണ് നമ്മുടെ ജീസസ്. ജീസസ് ഇസ്ലാമായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഈ ജീസസും പരിച്ഛേദനം ചെയ്തിരുന്നു. നിയമാവർത്തനം 4:2 അല്ലാഹു മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിയമങ്ങളിൽ നിന്ന് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. ജീസസ് വന്നതും അല്ലാഹു മോശയ്ക്ക് കൊടുത്ത ആ നിയമങ്ങൾ ശരിവെക്കാനായിട്ടാണ് വന്നത്. അല്ലാതെ അതിൽ നിന്ന് 1 കൊരിന്തോസ് 1:25 പറയുന്നു, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമത്ര. ഇത് എഴുതിയത് വിശുദ്ധ പൗലോസ്. ജീസസിൻ്റെ അപ്പസ്തോലിൽപ്പെട്ട ആളുമല്ലായിരുന്നു. ജീസസിൻ്റെ സുവിശേഷം നേരിട്ട് കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. ദൈവത്തിനെ ഭോഷത്വം അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും പാടില്ല. കാരണം യേശു നമ്മളെ പഠിപ്പിച്ചിരുന്നു, നിന്റെ സഹോദരൻ നീ ഭോഷ എന്ന് വിളിച്ചാൽ നീ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഭോഷത്വം എന്ന് പറഞ്ഞത് അത് നമ്മുടെ ബൈബിളിൽ കാണുന്ന ഭയങ്കര ഒരു വൈരുദ്ധ്യമാണ്. ബൈബിളിൽ കാണുന്ന വലിയൊരു തെറ്റാണ്. പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. ഇന്ന് ജപമാലയാണ് ക്രൈസ്തവ കുടുംബത്തിൽ നടക്കുന്ന പ്രാർത്ഥന. 53 തവണ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ. ഈ ഒരു പ്രാർത്ഥനയാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ സർവവും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചവരെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. എല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണ്. വി ഷുഡ് വർഷിപ്പ് ദ ക്രിയേറ്റർ. എല്ലാം സൃഷ്ടിച്ചവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. നമ്മുടെ എല്ലാ ആരാധനയും നമ്മുടെ എല്ലാ പുകഴ്ചയും അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. അല്ലാഹുവിനോടുകൂടി ചേർക്കുവാൻ നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് വലിയ ഗുരുതരമായ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അല്ലാഹു ഏകനാണ്, ഒരിക്കലും ത്രിയേകമല്ല. ജീസസ് അല്ലാഹുവിനാൽ അയക്കപ്പെട്ടവനാണ്. അത് ബൈബിളിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇതൊന്നും ഞാൻ സ്വമേധയാ ചെയ്യുന്നതല്ല, എൻ്റെ പിതാവ് എന്നോട് കൽപ്പിക്കുന്ന പോലെ. ദൈവിഷ്ടം അനുസരിച്ച് ആരൊക്കെ ജീവിക്കുന്നുവോ അവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. യേശു വരുന്നതിന് മുമ്പ് അനേകം പ്രവാചകന്മാർ നമുക്കുണ്ടായിരുന്നു. അവരെല്ലാം ഒത്തിരി അത്ഭുതങ്ങളും ചെയ്തവരാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി അവരെന്താ ദൈവമാക്കാത്തത്? എലീശ ആണെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഏലി. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയും. ഇസ്ലാം വളർന്നുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഇവർക്കെതിരായിരുന്നു, കുറേ അറബികളൊക്കെ ഭയങ്കര എതിരായിരുന്നു ഇസ്ലാമിനെതിരെ. ഒരു ഗോത്രക്കാർ അറബികൾ മുഹമ്മദ് നബിയുടെ അടുത്തോട്ട് ഒന്ന് പറഞ്ഞു, ഞങ്ങൾ പറയുന്നൊരു കാര്യം നടത്തി തരുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇസ്ലാം സ്വീകരിക്കാമെന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആകാശത്തിലിരിക്കുന്ന സൂര്യൻ 2 പിളർപ്പായി മാറണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ മുഹമ്മദ് നബി അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരു വലിയൊരു ഗോത്രം തന്നെ ഇസ്ലാമിനെ സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് അല്ലാഹുവിൻ്റെ ഇഷ്ടമാണെന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ സൂര്യൻ 2ആയി പിളർന്ന് ഒരു ഭാഗം താഴോട്ട് വരുന്ന കണ്ടപ്പോൾ അവിടെ വന്ന എല്ലാ ഗോത്രക്കാരും ഇസ്ലാം സ്വീകരിച്ചു.
ഒരിക്കലും ഒരു അറബി വന്ന് ചോദിച്ചു, പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കാമെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും എന്ന്. മുഹമ്മദ് നബി തൊട്ടടുത്തുള്ള മരത്തോട് അരികിലേക്ക് വരാൻ പറഞ്ഞു. ആ അരികെ വന്നപ്പോൾ നബി ചോദിച്ചു, നീ ആരെയാണ് സാക്ഷ്യം വഹിക്കുന്നത്? മരം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ. ആ മരത്തോട് പൂർവ്വസ്ഥാനത്തേക്ക് പോകുവാൻ ആജ്ഞാപിച്ചു. അതുപോലെ തന്നെ വേറൊരു ദിവസം ഒരൊട്ടകം, മെരുക്കാൻ പറ്റാത്ത ഒരു അനുസരണക്കേടുള്ള ഭയങ്കര അക്രമിയായ ഒരു ഒട്ടകത്തെ നബിയുടെ അടുത്ത് കൊണ്ടുവന്നു. എന്നാൽ നബിയുടെ കൂടെ ഉള്ളവർ, മുഹമ്മദ് നബിയുടെ കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു, വേണ്ട വേണ്ട, അതിലിപ്പോൾ ആക്രമിക്കും, പോകരുത്, അടുത്ത് പോകരുത്. എന്നാൽ മുഹമ്മദ് നബി അടുത്ത് ചെന്നപ്പോൾ ആ ഒട്ടകം മുഹമ്മദ് നബിയുടെ മുമ്പിൽ സാഷ്ടാംഗം. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കയ്യിൽ നിന്ന്, അന്ന് പണ്ടൊക്കെ ഈ ഡെസേർട്ടാണല്ലോ, ഇങ്ങനെ മരുഭൂമികളൊക്കെ പോകുമ്പോഴത്തേക്കും വെള്ളമൊന്നുമില്ലല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 12ഓളം പ്രാവശ്യം സ്വന്തം കയ്യിൽ നിന്ന് വെള്ളം മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തു. വേറൊരു ദിവസം അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാറ കണ്ടു. ആ പാറയിൽ എങ്ങനെ ചവിട്ടിയപ്പോൾ ആ പാറയിൽ നിന്ന് ഉറവ വന്നു, വെള്ളം വന്നു. ആ വെള്ളം കുടിച്ചതിന് ശേഷം ആ പാറക്കെട്ട് തിരിച്ച് ചവിട്ടി. അതേപോലെ പൂർവ്വസ്ഥിതിയിലായി പാറ. ഒരിക്കൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നബിയുടെ ഒരു അനുയായിയുടെ കണ്ണുപോയി. ആ കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ കവിളിൻ്റെ അവിടം വരെ കൃഷ്ണമണി താന്ന് കിടന്നു. അതിനെ മുറിച്ചു കളയാം എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ, നബിയെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മുറിച്ചു കളയാമെന്ന് ചെന്നപ്പോൾ, നബിയുടെ അടുത്ത് ചെന്നപ്പോൾ നബി ആ കൃഷ്ണമണി എടുത്ത് തിരിച്ച് കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ച് ഉമിനീര് തൊട്ട് അവിടെ തൊട്ടപ്പോൾ ആ ആളുടെ കണ്ണ് പൂർവ്വസ്ഥിതിയിലായി. ഇതുപോലെ തന്നെ ജീസസും ഒരു കുരുടന് കാഴ്ച കൊടുത്തത് മണ്ണെടുത്ത് മണ്ണിനകത്ത് ഉമിനീര് ഇട്ട് കുഴച്ചിട്ടാണ് കണ്ണിൽ വെച്ചത്. അതുപോലെ തന്നെ യുദ്ധസമയത്ത് ഒരാളുടെ കൈ അറുത്തു മാറ്റിയായിരുന്നു. ആ കൈ തിരിച്ചെടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു മുഹമ്മദ് നബി. ഒരിക്കൽ നബി വേട്ടക്കാരുടെ സമീപത്തോടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വലയ്ക്കകത്ത് കുടുങ്ങിയ ഒരു മാൻപേടയെ കണ്ടു. ആ മാൻപേട നബിയെ കണ്ട ഉടനെ സംസാരിക്കാൻ തുടങ്ങി. ഇവരോട് പറയൂ, ഈ വേട്ടക്കാരോട് പറയൂ, എന്നെ കൊന്നോളൂ, എന്നാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊന്ന് പോയി പാല് കൊടുത്തിട്ട് വരാൻ എന്നെ അനുവദിക്കണം എന്ന് പറയാൻ പറഞ്ഞു മുഹമ്മദ് നബി. അതുപോലെ തന്നെ ആ വേട്ടക്കാരോട് പറഞ്ഞു, പോയിട്ട് ഈ മാൻപേട തിരിച്ചു വരും, എന്താണ് ഉറപ്പ്? അതിന് ഞാൻ തന്നെ കേണ്ടു തിരിച്ചു വരും. അതുപോലെ തന്നെ ഈ മാൻപേട പോയിട്ട് കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവർക്ക് അത്ഭുതമായി. അവർ ഈ മാൻപേടയെ നബിക്ക് തന്നെ ഞങ്ങളിത് സൗജന്യമായി നൽകുന്നു എന്ന് പറഞ്ഞ മാനിനെ നബി കൊടുത്തു. പക്ഷെ മാൻപേടിനെ നബി വിട്ടപ്പോൾ ആ മാൻപേട തുള്ളിച്ചാടി കലീമ പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇതുപോലെ തുള്ളിച്ചാടി ഓടിപ്പോയി. അപ്പോൾ മൃഗങ്ങളുടെ ഭാഷ വരെയും നബിക്ക് മനസ്സിലാകുമായിരുന്നു. അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. നരകം കാണിച്ചു കൊടുത്തു നബി. നരകത്തിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകളൊക്കെ ഹജ്ജ് ചെയ്തവരും 5 നേരം നിസ്കരിക്കുന്നവരും ഒക്കെയായിരുന്നു. എന്താണ് അവരുടെ പാപം എന്ന് വെച്ചാൽ അവർ ഭർത്താവിനോട് അനുസരണ ഉള്ളവരായിരുന്നില്ല. ഭർത്താവിന് ഹൃദയവേദന കൊടുത്തവരാണ്. തിരിച്ച് ബാക്ക് ക്യാൻസറൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വിഷമിച്ചവരായിരുന്നു കൂടുതലും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ പേടിച്ച് അവസാന നാളിൽ നമ്മൾ സത്യം തിരിച്ചറിയുക. നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും വിശുദ്ധ ഗ്രന്ഥം, ഹിന്ദുസിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ഉപനിഷത്തൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം ഏകനാണെന്നും വിഗ്രഹങ്ങളെയൊന്നും ആരാധിക്കാൻ പാടില്ല എന്നും അതിലുണ്ട്. പിന്നെ എപ്പോഴും ഈ വിഗ്രഹങ്ങളൊക്കെ കടന്നു വന്നതാണ്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഏകനായ ദൈവത്തെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. പിന്നെ നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. അത് അല്ലാഹുവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ആ പദ്ധതി മാത്രമേ നടപ്പാക്കുള്ളൂ. നമ്മളെ ഭൂമിയിലൊക്കെ അയച്ചപ്പോൾ തന്നെ ഇവൻ ഇങ്ങനെ ആകണം അങ്ങനെ എഴുതിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് തന്നെ നടക്കുള്ളൂ. അപ്പം നമുക്കത് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, അതാണ് ഒരു ഇസ്ലാം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും
അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുക. അതാണ് ഇസ്ലാം. അല്ലാതെ ഇസ്ലാം ഒരിക്കലും ഒരു മതമല്ല. ബൈബിളിലും ഖുറാനിലും നോക്കുകയാണെങ്കിൽ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാം. കാരണം ബൈബിളിലെ ഡൗട്ടുകളെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് തരുന്നത് വിശുദ്ധ ഖുറാനാണ്. പഴയ നിയമത്തിൽ മോശ പറഞ്ഞു അള്ളാഹുവിനോട്, എനിക്ക് അള്ളാഹുവിനെ ഒന്ന് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിനെ ആർക്കും കാണാൻ സാധിക്കില്ല. അള്ളാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നാണ് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു മോശയോട് പറഞ്ഞു, നീ ആ പർവ്വതത്തിൽ നോക്കുക, ആ പർവ്വതം ഇരിക്കുന്ന സ്ഥാനത്ത് ആ പർവ്വതം അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് ആ പർവ്വതത്തിന് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പർവ്വതം പൊടിയായി പോവുകയും മോശ ബോധരഹിതനായി വീഴുകയും ചെയ്തു. പക്ഷേ ബൈബിളിൽ മുഖാമുഖം സംസാരിച്ച് മറിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഖുറാനിൽ പരിശുദ്ധ മറിയമാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും ബഹുമാനിയായ സ്ത്രീ. അതുപോലെ തന്നെ 34 പ്രാവശ്യം മറിയത്തിൻ്റെ പേര് ഖുറാനിലുണ്ട്. 114 അധ്യായങ്ങളിൽ 19ാമത്തെ അധ്യായം മറിയത്തിൻ്റെതാണ്. അതിൻ്റെ ബ്യൂട്ടി എന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ ബൈബിളിലുണ്ട് നിനക്ക് സമാധാനം എന്ന് നമ്മൾ പറയണമെന്ന്. എന്നാൽ അത് പാലിച്ചു പോരുന്നത് ഇസ്ലാം മാത്രമാണ്. അവർ ഇസ്ലാം ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് കേൾക്കാം. അസ്സലാമു അലൈക്കും തിരിച്ച് വാ അലൈക്കും സലാം. ഇത് നമ്മളിപ്പോൾ ഒത്തിരി പേരൊക്കെ ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അപ്പം ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ടൈം നോക്കണം. ഗുഡ് ആഫ്റ്റർനൂൺ ആയോ, 12 ആയോ, അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ അല്ലേ? അത് നമുക്കൊരു സമാധാനം. എന്താ ചുമ്മാ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, അതിലെന്താ കിട്ടുക? അസ്സലാമു അലൈക്കും, ദൈവത്തിൻ്റെ സംരക്ഷണവും സമാധാനവും നിന്നോടൊപ്പം. എത്ര നല്ല അല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളൊക്കെ പോകത്തില്ലേ? നമ്മളതൊരു ഉന്മേഷമാവും. നമുക്ക് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ഇസ്ലാമിനോട് ആകർഷിച്ചത് ഈ ഒരു അസ്സലാമു അലൈക്കും എന്നുള്ള ആ ഒരു ഗ്രീറ്റിങ്സാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ 5 പില്ലർ. ഈ റമദാൻ മാസത്തിലെ 30 ദിവസത്തെ നോയമ്പ് അത് മാനവർക്കായിട്ട് കൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ ഇസ്ലാം മാത്രമാണ് അത് പാലിച്ചു വരുന്നത്. 40 ദിവസം ഉപവസിച്ചു മോശ, 40 ദിവസം ഉപവസിച്ചു ജീസസും. പക്ഷേ ഇന്ന് ക്രൈസ്തവർ മറിയത്തെ ജപമാലയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് മറിയത്തിൻ്റെ ഡ്രസ് കോഡ് അവർ അനുകരിക്കുന്നില്ല? മറിയം അന്ന് ശിരസ് കവർ ചെയ്തിരുന്നു, ശരീരവും ഫുൾ കവർ ചെയ്തിരുന്നു. അങ്ങനെ ആണെങ്കിൽ മാതാവിൻ്റെ അതല്ലേ സ്വീകരിക്കേണ്ടത്. പക്ഷെ അന്നും മുസ്ലിംസാണ് അന്നും ഇന്നും. യേശു പഠിപ്പിച്ചത് അനുകരിച്ച് പോരുന്നത് ഒക്കെ ഇസ്ലാം തന്നെയാണ്, മുസ്ലിംസാണ്. ഉൽപ്പത്തി 17:3, മത്തായി 26:39. ബൈബിളിൽ പ്രവാചകന്മാർ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നുണ്ട്. അത് ഇപ്പോഴും പാലിച്ചു വരുന്നത് ഇസ്ലാമാണ്. അവർ മുട്ടുകുത്തുകയും സാഷ്ടാംഗം അവർ നിസ്കരിക്കുകയും ചെയ്യുന്നു ഇല്ലേ? ഏതൊക്കെ മാംസമാണ് അനുവദനീയമെന്ന് ബൈബിളിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു അരുത് എന്ന് നിഷിദ്ധമാക്കിയ പന്നി മാംസം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഭക്ഷിക്കുന്നത്? ഈ ഒരു പന്നി മാംസം ഭക്ഷിക്കുന്ന ബലിയാടായവർ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുണ്ട്. അന്നത്തെ പഴയ നിയമമായിക്കാണെങ്കിൽ ഒരു രാജാവ് ഇങ്ങനെ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെ പന്നി മാംസം കഴിക്കാനായിരുന്നു. ഒരു അമ്മയും ഒരു 3-4 മക്കളെ പിടിച്ചിട്ട് പന്നി മാംസം കഴിക്കാറുണ്ട്. മൂത്ത കൊച്ചിനെ ആ ചട്ടിയിൽ വലിയ ചൂടെണ്ണയിൽ ഇട്ട് വറുത്ത് പന്നി ഇറച്ചി കഴിക്കാനായിട്ട്, 2ാമത്തെ കൊച്ചിനെ, 3ാമത്തെ കൊച്ചിനെ. എന്നിട്ടും ആ അമ്മ അനങ്ങിയില്ല, പന്നിയിറച്ചി കഴിക്കാൻ കൂട്ടാക്കിയില്ല. ആ പന്നിയിറച്ചിയാണ് ഇന്ന് ക്രിസ്ത്യൻസ് എല്ലാവരും അത് കഴിക്കുന്നത്. അത് നിഷിദ്ധമാണല്ലോ. ബൈബിളിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് പന്നി മാംസം, ശവം, രക്തം, ഇത് 3 നമ്മളോട് കഴിക്കരുതെന്നാണ് നമ്മളോട് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ 2-ാം അധ്യായം 277 പറഞ്ഞു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നമസ്കാരം മുറപോലെ ചെയ്യുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടും. അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതുമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ കാതലായ ഭാഗം. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെയും നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. അത് നിഷിദ്ധവുമാണ്. കുത്തുവാക്കുകളും
കുറ്റപ്പെടുത്തലുകളും ഭയന്ന് നമ്മൾ സത്യത്തെ മറച്ചു വയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല. സത്യം എപ്പോഴും സത്യം തന്നെയാണ്. നിങ്ങൾ സത്യത്തെ തിരിച്ചറിയുന്നെങ്കിൽ ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക, ആ സത്യത്തെ നിങ്ങൾ പിന്തുടരുക. എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇനി അടുത്ത നോയമ്പിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നാളത്തെ റംസാൻ, നാളെയോ നാളെ കഴിഞ്ഞോ നോട്ട് കൺഫേംഡ്, ആ റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും സലാം അലൈക്കും.